KPCCയുടെ പുനഃസംഘടനയിലും നേതൃത്വ മാറ്റത്തിലും ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് AICC. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ നേതൃമാറ്റം അടക്കമുള്ള പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഇന്നലെ ചേർന്ന യോഗത്തിൽ പുനഃസംഘടനയും നേതൃമാറ്റവും അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളുമാണ് മുതിർന്ന നേതാക്കൾ തന്നെ ഉയർത്തിയത്. നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC അധ്യക്ഷനും തമ്മിലുള്ള പടലപ്പിണക്കം ഇനിയും മാറ്റിയില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ തർക്കം, പാർട്ടിക്കുള്ളിലെ തർക്കം ഇങ്ങനെ നിലനിന്ന് പോവുകയാണെങ്കിൽ താൻ ചുമതലയിൽ നിന്ന് ഒഴിയും എന്നൊരു സൂചന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിയും നൽകിയിരുന്നു. ഇപ്പോൾ അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? എന്തായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയുടെ പരിണിത ഫലം? അതിൽ കഴിഞ്ഞ ദിവസം ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ പുനഃസംഘടന അടക്കം തന്നെ ചർച്ചയായിരുന്നു. പുനഃസംഘടനയിൽ നിലപാട് വേണമെന്ന ആവശ്യമടക്കം നേതാക്കൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള വിഷയങ്ങൾ ഈ KPCC യോഗത്തിലടക്കം ചർച്ചയായിരുന്നു. ഈ പരസ്പരം പഴിചാരുന്ന നിലപാടുകൾ, ഈ പരസ്യമായി അടിയുണ്ടാക്കുന്ന നിലപാടുകൾ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ KPCC യോഗത്തിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഈ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ താൻ ഈ സ്ഥാനം ഒഴിയുമെന്നടക്കമുള്ള സൂചനകളടക്കം തന്നെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ KPCC പുനഃസംഘടനയുടെ നേതൃമാറ്റത്തിലും അഭിപ്രായം തേടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. AICC കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഈ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, ബെന്നി ബെഹനാൻ MP കൂടാതെ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും ഈ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമായും ഏതു തരത്തിലുള്ള പുനഃസംഘടന വേണം, നേതൃമാറ്റത്തിൽ അഭിപ്രായം എന്നിവയാണ് ചർച്ചയാകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ യോഗത്തിൽ ഈ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മാറ്റം ഉൾപ്പെടെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാറ്റത്തിൽ ഉൾപ്പെടെ അഭിപ്രായം തേടുന്നുണ്ട്. ഈ KPCC അധ്യക്ഷന്റെ മാറ്റത്തിൽ ഉൾപ്പെടെ അഭിപ്രായം തേടുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ AICCക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദീപാദാസ് മുൻഷി ഏതായാലും മുതിർന്ന നേതാക്കളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം തന്നെ AICCക്ക് നൽകുക. അതില്ല. തീർച്ചയായും വിനയ, ഇപ്പോൾ KPCCയിലെ നേതൃമാറ്റം അതുപോലെ തന്നെ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് AICC. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം തേടുന്നുണ്ട്. പുനഃസംഘടന ഏത് തരത്തിലായിരിക്കണം, നേതൃനിരയിലേക്ക് ആരെയെല്ലാം കൊണ്ടുവരണം, നമ്മൾ നേരത്തെ മുൻപ് ചർച്ചകൾ നടന്നതുപോലെ തന്നെ കൂടുതൽ യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമടക്കം ചർച്ചയാകും. അത്തരത്തിൽ കൂടുതൽ യുവാക്കളെ ഈ ഒരു നേതൃനിരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ടോ? ബന്ധപ്പെട്ട് ഈ പുനഃസംഘടനയും നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയാകുന്നത്. ഈ മുതിർന്ന നേതാക്കളുമായി ചർച്ചയാകുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം നടന്നപ്പോൾ തന്നെ അതിൽ തന്നെ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളുടെ കാര്യങ്ങളടക്കം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസുകാർക്ക് കയറി ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ്. കൂടാതെ തന്നെ സ്വന്തമായി നിലപാടെടുക്കുന്നു, സ്വന്തമായി തീരുമാനമെടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ KPCC അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നത്.
കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നപ്പോൾ തന്നെ ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. ഇനി വരും മാസങ്ങളിൽ എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി കൂടണമെന്നും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തി വിഷയത്തിലുള്ള പാർട്ടിയെ രൂപീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇനി വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കൂടുതൽ സജീവമാക്കാനും മിഷൻ 2025ന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണമെന്നും അതിന്റെ ഭാഗമായി KPCC ഏകദിന ശില്പശാല സംഘടിപ്പിക്കാൻ അടക്കം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇനി 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു കാര്യവും ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ KPCC യോഗത്തിൽ ചർച്ചയായിരുന്നു. കൂടാതെ ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയടക്കമുള്ള തർക്കങ്ങളും ഈ പാർട്ടിയിൽ നിലനിന്നിരുന്നു. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ CPMന്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും അജണ്ടയാണ് എന്നും അത്തരം ചർച്ചകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രി എക്കാലവും ഹൈക്കമാൻഡാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ എക്കാലവും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അതിൽ സ്വയം തീരുമാനമെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നടക്കമുള്ള കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും പുനഃസംഘടനയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും നേതൃമാറ്റത്തിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അടക്കം തന്നെയുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ തന്നെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ AICCക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുകയുള്ളൂ. അതുല്യ. ശരി വിനയ, KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളിലും നിർദ്ദേശങ്ങളിലും വിമർശനങ്ങളിലും എല്ലാം ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അഭിപ്രായം തേടിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ കൂടി തേടിയ ശേഷമായിരിക്കും AICCക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയരാജ്.